മിഷൻ ജ്യോതി മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 43 വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗദസമനയിലെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം നാം വായിക്കുന്നത്. മാനവകുലത്തിൻ്റെ പാപഭാരം ഏറ്റെടുക്കുന്ന ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയുടെ ഒരുക്കത്തിന് വേണ്ടി താൻ ഗദസമനയിൽ പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരടക്കം ഗദസമനയിലേക്ക് ചെന്ന കർത്താവ് അവരെ വിട്ട് അല്പം കൂടെ ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായി താൻ സഹിക്കാൻ പോകുന്ന വേദനകൾ വളരെ സങ്കീർണമാണ്. അത് താങ്ങാവുന്നതിലും അപ്പുറമായ വേദനയായതിനാൽ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കഴിയുമെങ്കിൽ ഇത് മാറ്റണം. എന്നാൽ വേഗം താൻ പറയെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു എന്ന് ലൂക്കോസ് യെശയ്യാ പ്രവചനം 53:10 നമ്മൾ വായിക്കുന്നു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്നാൽ ആ ഗദസമനെ പ്രാർത്ഥനയിൽ തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന പ്രയാസങ്ങൾ എന്ത് നന്നായി അറിഞ്ഞ കർത്താവ് അത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നെങ്കിലും വേഗം തിരുത്തുന്നു. ശ്രദ്ധയോടെ പ്രാണവേദനയായി ഗദസമനെ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് ഒരു ദൂതൻ പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ തിരുവെടുത്ത് വായിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ മുറികൾ ഇത്തരത്തിലുള്ള ചില അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നാളെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ സങ്കീർണമാകാം, വളരെ വേദനാജനകമാകാം. എന്നാൽ അതിനെ മാനുഷികമായി നമുക്ക് അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ളതിനാൽ ഈ ഗദസമനയ്ക്ക് തുല്യമായ പ്രാർത്ഥനാ മുറികളായി നമ്മുടെ വീടുകൾ, നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളൊക്കെ പലപ്പോഴും മാറാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ വഴിയേറി നിർത്തി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണ് നിറഞ്ഞ്, ഹൃദയം തകർന്ന്, കർത്താവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകളുണ്ട്. വീട്ടിനകത്ത് എല്ലാവരും ജോലിക്കായി പോയ ശേഷം മുറി അടച്ചിട്ട് വിടുന്ന, ഹൃദയം തകർന്ന് കരയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ. കാരണം ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ബന്ധിക്കപ്പെടുന്നു, താൻ ശരീരം അടിച്ച് തകർക്കപ്പെടുന്നു, ക്രൂശിൽ 3 ആണിമേൽ താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. ഈ വിധ കാര്യങ്ങളൊക്കെ കർത്താവ് നന്നായി അറിഞ്ഞു. മാനുഷികമായി പറഞ്ഞു, പിതാവെ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണം. പക്ഷേ എങ്കിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ പലപ്പോഴും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറിപ്പോകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് മാറിപ്പോകുവാനല്ല, ദൈവഹിതമായി ചിലത് ഏറ്റെടുക്കുവാൻ, ചിലത് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ഗദസമനയിൽ കർത്താവിൻ്റെ ഏരിയയിലേക്ക് ഇറങ്ങി വന്നതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നാം പ്രാർത്ഥിക്കാൻ മുഴങ്കാലം അടക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ ശക്തീകരിക്കും നിശ്ചയം. ആ ഗദസമനയിൽ പ്രാർത്ഥിച്ച അനന്തരം കർത്താവ് പുറത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഉറങ്ങുന്നവരായി കണ്ടു. നോക്കണം, പുറത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 18:3 വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട്. തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് ക്രിസ്തു പുറത്തു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ നാം മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാർ നമ്മുടെ അരികിൽ വന്ന് നമ്മെ ധൈര്യപ്പെടുത്തി കഴിയുമ്പോൾ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ എത്ര സംഘർഷമായിരുന്നാലും, എത്ര പ്രയാസകരമായിരുന്നാലും അതിനെ ആത്മീയ ധൈര്യത്തോടെ നേരിടാൻ കഴിയുന്ന ഒരു കരുത്ത് നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയട്ടെ. ഈ പ്രഭാതവും ഒരുപക്ഷെ ഇന്ന് അടുത്തുള്ള സമയങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പലതാകാം. അതിനെല്ലാം ആത്മനിറവിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ കർത്താവ് ഈ പ്രഭാതം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു വന്നു. ഈ പ്രഭാതം നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ എഴുന്നേൽക്കുമ്പോൾ നാളുകളിൽ വരുന്നത് എത്ര സങ്കീർണമായ പ്രശ്നങ്ങളായാലും അതിനെ നേരിടാനുള്ള
ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.